വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ശബരിമല ക്ഷേത്രത്തിലെ കൊള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡും രാഷ്ട്രീയക്കാരും കൂടി തകൃതിയായിട്ട് നടത്തി അതിൻ്റെ ഒരു പരിസമാപ്തിയിൽ ഭഗവാൻ എൻ്റെ സാധനങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ തായ്വേര് കണ്ടെത്തി അതിൻ്റെ ഉത്ഭവം എവിടെയെന്ന് കണ്ടെത്തി അവനെ അടക്കം ഞാൻ തുറുങ്കിലടയ്ക്കാതെ ഞാൻ അവന് പണി കൊടുക്കാതെ ഇരിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് അയ്യപ്പസ്വാമിയുടെ പോക്ക്. ഭഗവാനായിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഹൈക്കോടതിയിലെ ജഡ്ജിമാരും SITയിലെ ജീവനക്കാരും എല്ലാവരും ഭഗവാന്റെ പ്രതിരൂപങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത്. ഭഗവാൻ അവരിലെല്ലാവരിലും സത്യസന്ധത പുറത്തു കൊണ്ടുവരാനായിട്ട് ഭഗവാൻ അവരിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അവർക്കതിന് പൂർണ്ണമായിട്ടും സ്വാമി അതിനുള്ള കടാക്ഷം കൊടുക്കട്ടെ, അതിനുള്ള ധൈര്യം അവർക്ക് കൊടുക്കട്ടെ, അതിനുള്ള ബുദ്ധിയും കഴിവും സാഹചര്യങ്ങളും അവർക്കുണ്ടാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഭഗവാന്റെ തിരുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത് സ്വാമി കൊടുക്കുകയും ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മൾ പറഞ്ഞു വന്നതല്ല, ഈ ഒരു അന്വേഷണം നടക്കുന്ന സമയം തന്നെ ഈ കൊണ്ടുപോയ വാതിൽപ്പാളിയിലും അതേപോലെ ദ്വാരപാലകരുടെ കാര്യങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ശബരിമലയിലെ ഈ കൊടും കൊള്ള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് അതിന് ഉത്തരം. കാരണം അവിടെ വീണ്ടും കുറേ സാധനങ്ങൾ കാണാനുണ്ട്. ആദ്യത്തെ 18-ാം പടി, വളരെ ആൻറ്റിക് പീസായിട്ടുള്ള ആദ്യത്തെ 18-ാം പടി എവിടെ? അതേപോലെ അവിടുത്തെ കൊടിമരത്തിൻ്റെ വാജീവാഹനം എവിടെ? വളരെ ആൻറ്റിക് പീസാണ്. അതേപോലെ പഴയ കൊടിമരത്തിൽ ഏകദേശം 10 കിലോ സ്വർണ്ണത്തോളം ഉണ്ടായിരുന്ന പറകൾ എവിടെ? ഇതിനൊന്നിനും വ്യക്തമായ കണക്കില്ല. ദ്വാരപാലകരെവിടെ? ഇനി അതേപോലെ അഷ്ടമാതാക്കൾ എവിടെ എന്ന് തുടങ്ങി കിലോ കണക്കിന് സ്വർണവും ആൻറ്റിക് പീസുകളും വിലമതിക്കാനാവാത്ത ആൻറ്റിക് പീസുകളും ശബരിമലയിൽ നിന്നും പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇതൊന്നും പഴയ രജിസ്റ്ററിലോ കാര്യങ്ങളോ ഇല്ല. ഇത് എവിടെ? പഴയത് എവിടെ? സ്റ്റോർ റൂമിലോ തിരുവാഭരണ ഈ അഡ്മിനിസ്ട്രേറ്ററുടെ മുന്നിലോ ഒന്നും ഇതിനുള്ള യാതൊരുവിധ കണക്കും ഇല്ല എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ അത്രയും കൂടി ഇല്ല. ഇതെവിടെ പോയി എന്നുള്ള ചോദ്യവും കൂടി അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഒരുപാട് കോടാനുകോടി രൂപയുടെ സാധനങ്ങൾ ഇനിയും കണ്ടെത്താനായിട്ട് ഇതിൻ്റെ പിന്നാമ്പുറത്ത് വീണ്ടും കിടക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഇവരുടെ ശ്രദ്ധ, ഇവരുടെ അന്വേഷണം സ്വാമി അങ്ങോട്ട് തന്നെ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് സംശയമൊന്നുമില്ല. ഭക്തജനങ്ങളായ നമുക്കറിയാം ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണ്. അത് എത്ര വലിയവനായാലും അവൻ്റെ മുന്നിൽ പോയി ഈ കാര്യം നടന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അവൻ തുറുങ്കിലടയ്ക്കപ്പെടും. അവൻ സ്വാമിയുടെ മുന്നിൽ ചെറുതായി നിൽക്കും. അവൻ സ്വാമിയെ കൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് ജീവിതത്തിൽ വിളിപ്പിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി മാത്രവുമല്ല, ഒരുപാട് പേര് വലിയ സംഭവമായി നിന്ന് എല്ലാവരെ കൊണ്ടും സ്വാമി വിളിപ്പിച്ചു സ്വാമിയേ ശരണമയ്യപ്പ എന്ന്. അതാണ് സ്വാമിയേ ശരണമയ്യപ്പ.